ഹലോ സാർ, നമസ്കാരം. 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 ഇന്ന് നമ്മുടെ കൂടെയുള്ളത് പ്രഭുകുമാർ സാറാണ്. അപ്പോൾ സാറിനെ പറ്റിയും അതേപോലെ തന്നെ വണ്ടിയെ പറ്റിയും നമുക്കൊരു ഇൻട്രഡക്ഷൻ തരുന്നതായിരിക്കും. ഓക്കെ, മൈസെൽഫ് പ്രഭകുമാർ. ഞാൻ എൻ്റെ സ്ഥലം തൃശ്ശൂരാണ്. ആക്ച്വലി ഞാനൊരു ബിസിനസ്മാനാണ്. ഒരു മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 30 years ആയിട്ട് ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ സാർ, മാഗ്നൈറ്റ് എടുത്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഓൾമോസ്റ്റ് 2 years ആകാൻ പോകുന്നു. 1.5 years ആയിട്ടുണ്ട് ഇപ്പോൾ. ഓക്കെ, വണ്ടി ഇപ്പോൾ എങ്ങനെയുണ്ട് പെർഫോമൻസ് വൈസ് ആണെങ്കിൽ? ആക്ച്വലി പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ആം സാറ്റിസ്ഫൈഡ്. ബിക്കോസ് നമ്മൾ മറ്റുള്ള പല ഏതെങ്കിലും വണ്ടിയായിട്ടൊക്കെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് തോന്നുന്നത്. ഇതിപ്പോൾ കുറേ നാൾ ഓടിച്ചിട്ട് ഇപ്പോൾ മറ്റൊരു വണ്ടി ഓടിക്കുമ്പോൾ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ ഇത് നമ്മളത്ര അട്രാക്റ്റീവായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കാം. ഈ ഒരു കാലയളവിനുള്ളിൽ സാറിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? കമ്പനിയുടെ സർവീസ് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾസോ വെരി സാറ്റിസ്ഫൈഡ്. ബിക്കോസ് 1-2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചിരുന്നു, സർവീസിന് വേണ്ടിയിട്ടൊക്കെ വിളിച്ചിരുന്നു. ആ ടൈമിൽ നമ്മൾ അടുത്തുള്ള സർവീസ് സെൻറ്ററിൽ പോയി അവർ ആ പറഞ്ഞ ടൈമിലൊക്കെ ചെയ്തു തരുന്നുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് അവർ ചില കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. അതനുസരിച്ച് അവർ ചെയ്തു തരുന്നുണ്ട്. ഓക്കെ, സർവീസ് കോസ്റ്റ് വൈസോ? കോസ്റ്റ് വൈസ് ആക്ച്വലി ഇപ്പം ഞാനിത് എടുത്തിരിക്കുന്ന 3 വർഷത്തേക്ക് സർവീസ് ഫ്രീ ആണ്. ഇപ്പോൾ ഇതുവരെ എനിക്കൊരു പൈസ പോലും എനിക്ക് സർവീസിന് വേണ്ടി വന്നിട്ടില്ല. അതാണ് അതിനകത്തൊരു പ്രത്യേകത. ഒരു പാക്കേജാണ്, ഒരു 3 to 5 yearsൻ്റെ പാക്കേജ് ഉണ്ട്. ആ പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈവൻ നമ്മൾ ഇപ്പം 2 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ആ 2 സർവീസിലും ഇതുവരെ നമ്മൾ ഈവൻ ഓയിൽ ചേഞ്ചിങ്ങിന് പോലും നമ്മൾ പൈസ ഒന്നും കൊടുത്തിട്ടില്ല. മൈലേജ് എത്ര കിട്ടുന്നുണ്ട്? മൈലേജ് ആക്ച്വലി നമ്മളിപ്പം ഇപ്പോഴത്തെ നമ്മുടെ റോഡിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. എങ്കിൽ പോലും നമുക്കറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു മോർ ദാൻ 15 കിട്ടുന്നുണ്ട്. 15 മുകളിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ സപ്പോസ് ഞാൻ പാലക്കാട് റൂട്ടിലൊക്കെ ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ചെക്ക് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ റീഡിങ് അതൊരു 20-22 ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു 50 to 60 കിലോമീറ്റേഴ്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു 18-20 കിലോമീറ്റർ നമുക്ക്. ഇതിപ്പോൾ വേരിയൻ്റ് ഏതാ വരുന്നത്? ഇതിപ്പോൾ ഏറ്റവും ഹൈ ഇതായിട്ടുള്ള ഇതിൽ തന്നെയാണ്. ടർബോ അല്ല, നോൺ ടർബോ ടോപ്പ് വേരിയന്റ്. ടോപ്പ് വേരിയന്റ്. ഓക്കെ, ഇതിന്റെ ട്രാൻസ്മിഷൻ മാനുവൽ അല്ലേ? മാനുവൽ ട്രാൻസ്മിഷനിലെ കാര്യത്തിലൊക്കെ എങ്ങനെയുണ്ട്? സ്മൂത്ത് ആണോ? സ്മൂത്ത് ആണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടഫായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ലോങ് ടൈം മീൻസ് ഓടാറുണ്ട്. ആ സമയത്തൊന്നും എനിക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് തോന്നിയിട്ടില്ല. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബ്ലോക്കിനകത്തൊക്കെ ഇടയ്ക്ക് നമ്മൾ ക്ലച്ചൊക്കെ ചവിട്ടി കുറേ ടൈമൊക്കെ നമ്മൾ നിൽക്കേണ്ടി വരും. എങ്കിൽ പോലും നമുക്കതൊരു ബർഡനായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ആണല്ലേ. വണ്ടിയിലിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫീച്ചേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമുക്കിതിൻ്റെ ഹൈറ്റാണ് ഏറ്റവും. എനിക്ക് ഈ വണ്ടിയിലോട്ട് കയറി സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്രണ്ടൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. എസ്പെഷ്യലി നമ്മൾ വലിയ ഹൈറ്റുള്ള ആളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഫ്രണ്ട് നല്ല രീതി വ്യൂ ഉണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ ഓടിക്കുമ്പം നമുക്കൊരു പ്രത്യേക ഒരു സുഖമാണ്. നമ്മൾ ആ വണ്ടി ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്തും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഏറ്റവും വലിയൊരു, കാരണം ചെറിയ വണ്ടികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊരു എന്തോ ഒരു കോൺഫിഡൻസ് കൂടുതൽ വരുന്നുണ്ട്. അതാണ് അതിനകത്തൊരു. പിന്നെ വേറെ ഹൈലൈറ്റിംഗ് ഫീച്ചേഴ്സ് ആയിട്ട് എന്താ തോന്നിയിരിക്കണേ? ഫീച്ചേഴ്സ് ഇപ്പം ഞാനിത് മാത്രം ഉപയോഗിക്കുന്നത് കൊണ്ട് പറയാനാണെങ്കിൽ ധാരാളം പറയാനുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു SUV മോഡൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്കത് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ വേറൊരു വണ്ടിയായിരുന്നു ഞാൻ പ്രിഫർ ചെയ്തിരുന്നത്. ഹോണ്ട സിറ്റി പോലുള്ളൊരു വണ്ടിയാണ്. കുറേ വർഷങ്ങളായിട്ട് ഞാനിത് സെഡാൻ ആയിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാൻ അതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഓടുന്ന ആളായതുകൊണ്ട് റോഡുകൾ ചിലപ്പോൾ ഓഫ് റോഡ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഈ സെഡാൻ പോലുള്ള കാറുകൾ നമുക്ക് കൊണ്ടുപോകാനായിട്ടുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ ഈ റോഡ് വഴി പോകുമ്പോൾ നമുക്ക് പല എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. കാരണം പണി നടക്കുന്ന സമയത്തൊക്കെ ഒരു റോഡ് കുഴിയൊക്കെ ചാടി ഇല്ല ഒരു ഹമ്പൊക്കെ ചാടി പോകണമെന്നുണ്ടെങ്കിൽ സെഡാനാകുമ്പോൾ ചില ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതാകുമ്പോൾ നമുക്കൊന്നും മറിയാണ്ട് ആവശ്യമില്ല. നമുക്ക് ഇതിലേ വേണമെങ്കിലും നമുക്ക് കയറി അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടല്ലോ. അതാണ് അതിനകത്ത്. സാർ കൂടുതലും എങ്ങനത്തെ ടൈപ്പ് റോഡിലാണ് കൂടുതൽ യൂസ് ചെയ്യാറ്? ഞാൻ ഹൈ റേഞ്ചിലാണ്. എൻ്റെ ഒറിജിൻ ഹൈ റേഞ്ച് ആയതുകൊണ്ട്, ഇടുക്കി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരു 2 മാസമൊക്കെ കൂടുമ്പോൾ ഞാൻ ഹൈ റേഞ്ചിലേക്ക് പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ 1 way ഒരു 280 കിലോമീറ്റേഴ്സൊക്കെ വൺ സൈഡ് യാത്ര വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്ന യാത്ര, പിന്നെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ താമസിക്കുന്ന കുറച്ച് ഹിൽ ഏരിയയിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതാണ് അതിനകത്ത് പ്രത്യേകത. അപ്പോൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ അവരുടെ ഒരു കംഫർട്ട് ലെവലൊക്കെ എങ്ങനെ? ബാക്ക് സീറ്റ് കംഫർട്ട് അവർ ഭയങ്കര കംഫർട്ടാണ്. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ സർവീസിന് കൊടുത്ത സമയത്ത് ഒരു 3 ദിവസം വണ്ടി എൻ്റെ കയ്യിലില്ലായിരുന്നു. ആ സമയത്ത് എനിക്ക് സ്വിഫ്റ്റ് ഉണ്ട്. ആ സ്വിഫ്റ്റ് ഞാൻ ഉപയോഗിച്ച സമയത്ത് അവർക്ക് അതിനകത്തൊന്ന് അതിനെ കുറ്റം പറയുന്നതല്ല, ഓടിച്ചിട്ട് അതിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളത് നേരത്തെ ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷേ കുറച്ച് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് പെട്ടെന്ന് അതിലേക്ക് മാറിയപ്പം വീട്ടിലെ വൈഫൊക്കെ ആണെങ്കിൽ പറയും ഇതിലിരുന്നിട്ട് ഒരു സുഖം തോന്നുന്നില്ല, മറ്റേ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് ഉണ്ട്, കംഫർട്ടാണെന്നൊക്കെ അവർ പറയാറുണ്ട്.
ഓക്കെ. ഇപ്പൊ ഈ വാഹനത്തിന് അന്ന് ഓൺ റോഡ് പ്രൈസ് എത്ര വന്നിരുന്നത്? അന്ന് അറൗണ്ട് 10,70,000 സംതിങ് ആണെന്ന് എനിക്ക് തോന്നുന്നു. രാത്രി ഓടിക്കുന്ന സമയത്ത് ഇതിന്റെ വെട്ടവും വെളിച്ചമൊക്കെ എങ്ങനെയുണ്ട്? നല്ല ഒരു മീൻസ് എസ്പെഷ്യലി LED ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ആകെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രൈറ്റ് ഇട്ട് നമുക്ക് പോകാനായിട്ടുള്ള ചില ബുദ്ധിമുട്ടുണ്ട്. കാരണം മറ്റുള്ളവർക്ക് ഒരു ഡിസ്കംഫോർട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലും നമ്മൾ ഇതിൽ തന്നെയാണ് നമ്മൾ മീഡിയം ലോ ആ ലെവലിൽ തന്നെയാണ് കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. വണ്ടിയിൽ അഡീഷണലി എന്തെങ്കിലും ഫിറ്റ് ചെയ്തിട്ടുണ്ടോ? ഷോറൂമിൽ നിന്നല്ലാതെ എന്തെങ്കിലും? ഷോറൂമിൽ നിന്നല്ലാതെ ഞാനൊന്നും ഒന്നുമില്ല. അവർ ചെയ്ത് തന്ന കുറേ സംഭവങ്ങളുണ്ട്. ഇപ്പോൾ ഡോറിൻ്റെ താഴെ നമ്മൾ വെൽക്കം എന്ന് പറഞ്ഞ് തുറക്കുന്ന സമയത്ത് രാത്രിയിലൊക്കെ എല്ലാ ഡോറിനും ഉണ്ട്. നമ്മൾ തുറന്നു കഴിയുമ്പോൾ അടിയിലോട്ട് ഒരു വെൽക്കം എന്ന് പറഞ്ഞ ഒരു റൗണ്ട് ലൈറ്റ് വരാറുണ്ട്. അപ്പോൾ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രിക്കൊക്കെ പോയി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഇറങ്ങുന്ന സ്ഥലം കുഴിയാണോ, ഇനി ആ ഭാഗത്ത് എന്തെങ്കിലും മറ്റു പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അത് ആളെനിക്ക് അഡീഷണൽ ഫിറ്റ് ചെയ്ത സംഭവമാണ്. ഇതിനകത്ത് വേറെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 360 ഡിഗ്രി ക്യാമറ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയൊരു ഇതാണ്. നമുക്ക് റിവേഴ്സ് പോകുമ്പോഴോ ഫ്രണ്ടിലേക്ക് ഈവൻ നമുക്ക് ഫ്രണ്ട് ക്യാമറ തന്നെയുണ്ട്. നമ്മളിപ്പോൾ സ്ലോവിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് പാർക്ക് ചെയ്യാനൊക്കെ ആ ക്യാമറ നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുപോയി നമുക്ക് 0-0 കൊണ്ട് പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള സുഖമാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ സാറിന് ഇത്ര നാൾ ഓടിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടോ വണ്ടിയെ കുറിച്ച്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വലിയ വണ്ടികൾക്കൊക്കെ മേ ബി അങ്ങനെ ആയിരിക്കാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ നമുക്ക് സ്റ്റെപ്പിന് ടയറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചതാണ്. നമ്മൾ ഹൈവേയിൽ വരുന്ന സമയത്ത് റോഡൊന്ന് ക്രോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ക്രോസ് ചെയ്യുമ്പോഴത്തേന് ആക്ച്വലി വണ്ടികൾ പോകുന്ന സ്ഥലം തന്നെയായിരുന്നു. ഫ്രണ്ട് വീല് പഞ്ചറായി. ഫ്രണ്ട് വീല് പെട്ടെന്ന് തന്നെ പഞ്ചറായല്ല പൊട്ടിപ്പോവായിരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ പെട്ടെന്ന് സ്റ്റെപ്പിനി എടുത്തിടാൻ നോക്കുന്ന സമയത്ത് നമുക്ക് ഒരു ടെമ്പററി ടയറാണ് തരുന്നത്. അപ്പം ആ ടെമ്പററി ടയർ നമുക്ക് മാക്സിമം ഒരു 20 to 30 കിലോമീറ്റേഴ്സ് നമുക്ക് ഓടാൻ പറ്റത്തുള്ളൂ. നമുക്ക് ലോങ് ആയിട്ട് ഇപ്പോൾ ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ടയർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ നമ്മൾ നൈറ്റ് റൈഡൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനൊരു സംഭവം നടന്നാൽ നമുക്ക് മാറാൻ പറ്റുന്ന രീതിയിലൊരു ടയർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ലെവൽ നമുക്ക് കുറച്ചുകൂടെ കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ. വണ്ടിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും എടുത്തു പറയാനായിട്ടില്ല. പെർഫെക്റ്റ് ആയിട്ടാണ്. പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അതിപ്പോൾ തന്നെ കണ്ടില്ല. ഇപ്പോൾ ഒരു 1.5 വർഷം ആയെങ്കിലും വണ്ടി നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നന്നായിട്ട് എന്തായാലും നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം എവിഡന്റ് ആണ്. തീർച്ചയായിട്ടും ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് പോകുന്ന എൻ്റെ വൈഫിനാണ്. അവരാണത് അത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വണ്ടി ഉപയോഗിച്ച് സാർ ലോങ് ഡ്രൈവ് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോങ് ഡ്രൈവ് പോകുമ്പോൾ സാർ ഒറ്റയ്ക്കായിരുന്നു ഫാമിലി ആയിട്ടാണ് പോയിരുന്നത്? ആക്ച്വലി ഞാൻ ലോങ് ഡ്രൈവ് എല്ലാം പോകുന്ന സമയത്ത് ഫാമിലി ആയിട്ട് തന്നെയാണ് ഞങ്ങൾ പോകാറുള്ളത്. ഒറ്റയ്ക്ക് അങ്ങനെ പോകാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ഹൈ റേഞ്ച് മേഖലയിലേക്ക് പോകുമ്പോൾ ഒരു കൂട്ടില്ലാതെ പോക്കെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഇതിൽ സ്റ്റോക്ക് മ്യൂസിക് സിസ്റ്റം എങ്ങനെയുണ്ട്? മ്യൂസിക് സിസ്റ്റം ആക്ച്വലി നമുക്ക് അഡീഷണൽ നമുക്ക് എന്തെങ്കിലും വേണം നമുക്ക് കൊടുക്കാം. സിസ്റ്റം ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല സൗണ്ട് സിസ്റ്റമാണ്. സ്റ്റീരിയോ, അതോടൊപ്പം തന്നെ നല്ല എക്കോ, ഏതാണെങ്കിലും വളരെ ബെറ്ററായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഓവറോൾ ഒരു സ്റ്റാൻസ് വെച്ച് നോക്കുമ്പോൾ സാറിന് ഐഡിയൽ ആയിട്ട് തോന്നിയിട്ടുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ മക്കൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ഷെയർ ചെയ്തിട്ടുണ്ടോ അവർ ഷെയർ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SUV മോഡലിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വാങ്ങിക്കാൻ ഉപയോഗിക്കാനും പറ്റുന്ന ഒരു വണ്ടിയേക്കാൾ ഉപരിയായിട്ട് അവർക്ക് ആ ഒരു SUVൻ്റെ ഒരു ശരിക്കും ഒരു ഫീലിംഗ് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അഫോർഡബിൾ പ്രൈസിൽ ഒരു SUV നമുക്ക് കിട്ടുന്നു. സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറ്റൊരു SUV മോഡലുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ലോങ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ക്ഷീണം ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഞാൻ രാവിലെ പോയിട്ട് വൈകിട്ട് മീൻസ് ഒരു ദിവസം ഒരു 550-600 കിലോമീറ്റർ വരെ ഒരു ദിവസം ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് മറ്റ് പല വണ്ടികൾ ഓടിക്കുമ്പോൾ നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയർഡായിരിക്കും. പക്ഷേ ഈ ഒരു വാഹനത്തിൽ നമ്മൾ പോയി വന്നിട്ട് നമുക്ക് അത്ര ഒരു ടയർഡ്നെസ് നമ്മൾ ഫീൽ ചെയ്യുന്നില്ല. അതാണ് അതിനകത്ത് ഒരു പ്ലസ് പോയിന്റ്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. ഇതിൽ അതേപോലെ തന്നെ സാറിന് ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വയ്ക്കണം അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യണം എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ആക്ച്വലി ഞാനത് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ട്. കാരണം എന്താ വെച്ചാൽ വേണ്ടതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടില്ല. മാഗ്നൈറ്റ് എടുക്കാൻ പോകുന്ന സമയത്ത് ആരുടെയെങ്കിലും അഭിപ്രായം കിട്ടിയായിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ശരിക്കും ഹോണ്ട സിറ്റി പോലുള്ളൊരു വണ്ടി ഞാൻ സെഡാൻ ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ യാത്രയെക്കുറിച്ച് അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, മനോജ് കുമാർ എന്ന് പറയും. അദ്ദേഹം കോട്ടയം സ്വദേശിയാണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു 30 years നോക്കുകയാണെങ്കിൽ ഒരു 21ഓളം കാറുകൾ പുതിയത് എടുത്തിട്ട് ഇപ്പോൾ അദ്ദേഹം ഉപയോഗിക്കുന്ന ജാഗുറാണ് കാർ ഉപയോഗിക്കുന്നത്.
അപ്പം അദ്ദേഹം ഞാൻ എന്തെങ്കിലും ഇതുപോലെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ട് അദ്ദേഹത്തിനോട് ഞാൻ ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, പ്രഭ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പ്രഭയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി മാഗ്നറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മലപ്പുറത്തും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഒരു സാധാരണക്കാരന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടിയാണെന്ന് അദ്ദേഹം സജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ അദ്ദേഹമായിട്ട് കണക്ട് ചെയ്തു, വാങ്ങിച്ച ആളുമായിട്ട് കണക്ട് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ചോദിച്ചു. പിന്നെ ഞാനിത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. അപ്പം ആക്ച്വലി അങ്ങനെയാണ് ഞാനിത് എടുക്കാനായിട്ടുള്ള കാരണം. ഓക്കെ, ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം നമ്മുടെ വ്യൂവേഴ്സിൽ ആരെങ്കിലും ഈ ഒരു കാർ എടുക്കാനായിട്ടുള്ള നല്ല ആലോചനയിലാണ്, അല്ലെങ്കിൽ അവരൊരു ആശയക്കുഴപ്പത്തിലാണെന്ന് നോക്കിയാൽ, ഈ ഒരു വാഹനം പിന്നെ കൈഗർ ഇതിന്റെ തന്നെ മറ്റൊരു വേർഷനാണല്ലോ കൈഗർ എന്ന് പറയുന്നത്. ലുക്കിലും പിന്നെ കമ്പനിയുടെ ബാഡ്ജിങ്ങിലും മാത്രമാണ് മെയിൻ ആയിട്ടൊരു ഡിഫറൻസ് ഉള്ളത്. കുറച്ച് ഫീച്ചേഴ്സിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നൈറ്റ് തന്നെ, അണ്ടർനീത്ത് മാഗ്നൈറ്റ് തന്നെയാണ് കൈറും വരുന്നത്. അപ്പോൾ അതല്ലാതെ മറ്റൊരു കമ്പനിയുടെ വാഹനത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സാർ ഈ വാഹനം തന്നെ അല്ലാതെ മറ്റേതെങ്കിലും വാഹനത്തിനോടോ അല്ലെങ്കിൽ ഇത് തന്നെയാണോ സജസ്റ്റ് ചെയ്യുക? ഞാൻ തീർച്ചയായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ടാണോ എന്ന് ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഓടിച്ച പല വണ്ടികളും വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇതിൽ കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, സാധാരണക്കാരനാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടി മാഗ്നൈറ്റ് തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് അങ്ങനെ അത്രമേൽ തപ്പിയെങ്കിൽ മാത്രമേ ഒരു നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു നെഗറ്റീവ് പറയേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം മൈലേജ് ഉണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഓടി എത്താൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരുവിധപ്പെട്ട റോഡുകളൊക്കെ താണ്ടി പോകാനായിട്ടുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ മെയിൻ്റനൻസ്, സർവീസ് കോസ്റ്റ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നമ്മൾ ആ പാക്ക് എടുക്കുകയാണെങ്കിൽ 3 to 5 years നമ്മൾ പിന്നെ കുറിച്ച് വറീഡ് ആകേണ്ട ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും പോയി സർവീസ് വാങ്ങുന്ന സമയത്ത് തന്നെയാണോ പാക്കേജ് എടുത്തത്? അതെ 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 അതെ. എക്സ്റ്റൻഡ് വാറണ്ടിയും നമുക്ക് വേണമെങ്കിൽ ആഫ്റ്റർ 3 years നമുക്ക് വേണമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാം. വീണ്ടും എക്സ്റ്റെൻഡ്. ഓക്കെ, അപ്പോൾ സാർ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്, റെക്കമെൻഡും ചെയ്യും അല്ലേ? ഡെഫിനറ്റ്ലി. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഉണ്ടായിരുന്നത് പ്രഭുകുമാർ സാറാണ്. അപ്പോൾ സാറിൻ്റെ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്തതെന്ന്. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. ഓക്കെ, താങ്ക് യു.